periodic table and electronic configuration. അപ്പോൾ ഈ ഒരു periodic table and electronic configuration നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് electronic configuration. That means നമ്മൾ ഓൾറെഡി 9th പഠിച്ച electronic configurationന്റെ കാര്യങ്ങളാണ്. സോ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഈ ഒരു ഡീറ്റെയിലിംഗ് വരാൻ മുന്നേ നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആറ്റംസ് അല്ലെങ്കിൽ ആറ്റം. നമുക്കറിയാം നമ്മുടെ അറൗണ്ടുള്ള ഏതൊരു സബ്സ്റ്റൻസും മേഡപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ഏതൊരു സബ്സ്റ്റൻസും മേഡപ്പ് ചെയ്തിരിക്കുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം അതിനെ നമുക്ക് എന്താ ചെയ്യാം, ആറ്റം എന്ന് വിളിക്കാം. അപ്പോൾ ഈ ആറ്റം എന്ന് പറയുന്നത് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾ കമ്പൈൻ ചെയ്തതാണ്. അപ്പോൾ ഏതൊക്കെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. EP റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോട്ടോണിനെയും, N റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂട്രോണിനെയും, E റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോണിനെയാണ്. ഓൾറെഡി നമുക്ക് ഇതിനെ അറിയാം. സോ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ സെന്ററിലാണ്. പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ സെന്ററിലാണ്. ഈ ആറ്റത്തിന്റെ സെന്ററിനെ നമ്മൾ എന്ത് വിളിക്കും, ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പോൾ സെന്റർ ഓഫ് ദ ആറ്റം ന്യൂക്ലിയസ്. സോ പ്രോട്ടോണും ന്യൂട്രോണും എക്സിസ്റ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. സോ നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും എക്സിസ്റ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. Then proton, neutron. ഇനി വേറൊരാളുണ്ട്, മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ഈ മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ എന്ത് ചെയ്യുക, ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സർക്കുലർ പാത്തിന് പറയുന്ന പേരാണ് ഷെൽ, അല്ലെങ്കിൽ അതിന് എനർജി ലെവൽ, ഷെൽ ഓർ എനർജി ലെവൽ. സോ നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുക, ഇലക്ട്രോൺസുകൾ കറങ്ങി നടക്കുന്നു. ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ സർക്കുലർ പാത്തിനാണ് നമ്മൾ ഷെൽ ഓർ എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. ഈ ഷെൽ ഓർ എനർജി ലെവൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഈ അറ്റോമിക് നമ്പർ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ടേം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരാറ്റത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് വിളിക്കാം, അറ്റോമിക് നമ്പർ എന്ന് വിളിക്കാം. സോ അറ്റോമിക് നമ്പർ ദാറ്റ് മീൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യും. നമ്മൾ 9th പഠിച്ചതാണ് ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ലിനെ നമ്മൾ കെ ഷെൽ എന്ന് വിളിക്കും. ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ലിനെ നമ്മൾ കെ ഷെൽ എന്ന് പറയും. ദെൻ കെ ഷെല്ലിന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷെല്ലാണ് എൽ ഷെൽ. ദെൻ അടുത്തത് എൻ ഷെൽ. ദ നെക്സ്റ്റ് വൺ എൻ ഷെൽ. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ ഈ ഒരു കെ എൽ എം എൻ നമ്മൾ 9th പഠിച്ചതാണ്. സോ നമ്മൾ ന്യൂക്ലിയസ് എന്താണെന്ന് പഠിച്ചു. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ സർക്കുലർ പാത്ത് പറഞ്ഞു. ദാറ്റ് മീൻസ് ഷെൽ ഓർ എനർജി ലെവൽ. സോ കെ ഒരു ഷെല്ലാണ്, എൽ ഒരു ഷെല്ലാണ്, എം ഒരു ഷെല്ലാണ്, ദെൻ എൻ ഒരു ഷെല്ലാണ്. സോ കെയിൽ എത്ര ഇലക്ട്രോൺസിനെ റിവോൾവ് ചെയ്യിക്കാം, ദാറ്റ് മീൻസ് കെയിൽ എത്ര ഇലക്ട്രോൺസിനെ സർക്കുലേറ്റ് ചെയ്യും, ദെൻ എയിൽ എത്ര, ദെൻ എം എൻ. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യും എന്ന് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 2n² എന്ന് പറയുന്നത്. 2n². ഇവിടെ n റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. അപ്പോൾ നമ്മൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും അതിന് ഫൈൻഡ് ചെയ്യാനുള്ള ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 2n². ഈ n ഡിപെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ലാണ്. സോ അങ്ങനെയാണെങ്കിൽ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ കെ ഇക്വേഷൻ വൈസ് 2n². n എന്ന് പറഞ്ഞാൽ കെ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. 2 into 1². Then 2 into 1², 1. That's equal to 2.
That means K എന്ന ഷെല്ലിലെ മാക്സിമം 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. K എന്ന ഷെല്ലിലെ മാക്സിമം 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. Then അടുത്തത് L. Next one L. For equation 2n square. 2n square. Then 2 into the രണ്ടാമത്തെ second shell ആണ് 2 into 2 square. That's 2 into 4. That's equal to 8. That means L electrons. So L shell is maximum 8 electrons revolve. Of 8 electrons L on the cell revolve. Then M on the cell. M contain 2 into n square. 2 into ഈ m എന്ന് പറയുന്നത് തേർഡ് ഷെൽ ആണ്. സോ 3 സ്ക്വയർ. 2 into 3 square 9. That's equal to 18. അപ്പോൾ m എന്ന ഷെൽ കണ്ടെയ്ൻ ചെയ്യുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. Then next one n. 2 into 4 square. 2 into 16. That's equal to 32 electrons. അപ്പോൾ k ൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, L ൽ മാക്സിമം 8 ഇലക്ട്രോൺസ്, M ൽ മാക്സിമം 18 ഇലക്ട്രോൺസ് and N ൽ 32 ഇലക്ട്രോൺസ്. ഷെൽ K ഷെൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, then L ഷെൽ മാക്സിമം 8 ഇലക്ട്രോൺസ്, M ൽ 18 and last one N ൽ 32. So ഇത് നമ്മൾ ഓൾറെഡി 9th ൽ പഠിച്ചതാണ്. That means ഷെൽ കോൺഫിഗറേഷൻ. ഷെൽ കോൺഫിഗറേഷൻ അപ്പം നമ്മൾ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ 9th ൽ പഠിച്ചതാണ്. അപ്പം ഈ ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഷെല്ലിലും നമ്മൾ എന്ത് ചെയ്യാണ്, ക്രമീകരിച്ചാണ്, അറേഞ്ച് ചെയ്തതാണ്. സോ ഇവിടെ നമ്മൾ കുറച്ച് എലമെന്റ്സിന്റെ ഷെൽ കോൺഫിഗറേഷൻ ചെയ്യുകയാണ്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നത് 1 ഇലക്ട്രോൺ ആണ്. ആ 1 ഇലക്ട്രോൺ K എന്ന ഷെല്ലിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ K ഫിൽ ചെയ്യും, then K ഫിൽ ചെയ്തതിന് ശേഷം L ഫിൽ ചെയ്യും, then M, then N. അപ്പം ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നത് 1 ഇലക്ട്രോൺസ് ആണ്. ആ 1 ഇലക്ട്രോൺസ് K എന്ന ഷെല്ലിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. then അടുത്ത എക്സാമ്പിൾ ആണ് ഹീലിയം. ഹീലിയം കണ്ടെയ്ൻ ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. ആ 2 ഇലക്ട്രോൺസ് ദാറ്റ് മീൻസ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ K യിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. സോ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഹീലിയം കഴിഞ്ഞാൽ ലിഥിയം കണ്ടെയ്ൻ ചെയ്യുന്നത് 3 ഇലക്ട്രോൺസ് ആണ്, 3 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ലിഥിയത്തിന്റെ 3 ഇലക്ട്രോൺസ് ആദ്യം K ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, അത് കഴിഞ്ഞ് ബാലൻസ് 1 ഇലക്ട്രോൺസ് അടുത്തതിലേക്ക് ജമ്പ് ചെയ്യും. ദാറ്റ് മീൻസ് L ലേക്ക്. കാരണം K യിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാക്സിമം ആയി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യും. സോ ലിഥിയം 3 2 1, അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ 2 1. നെക്സ്റ്റ് വൺ ബെറീലിയം, ബെറീലിയം 4. അപ്പം മാക്സിമം 2 ഇലക്ട്രോൺസ് K ഷെല്ലിൽ, അത് കഴിഞ്ഞ് ബാലൻസ് 2 വരുന്നത് നെക്സ്റ്റ് ലെയർ, ദാറ്റ് മീൻസ് L ഷെല്ലിലേക്ക്. സോ ഇത് ഓൾറെഡി നമ്മൾ ആർഗൺ വരെ നമ്മൾ 9th ൽ പഠിച്ചതാണ്. സോ ഇനി നമ്മൾ കുറേ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഷെൽ കോൺഫിഗറേഷനുള്ള ആ മെത്തേഡ് ഒന്ന് ഓർമ്മിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 കൂടി ചെയ്തിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകാം. ദെൻ ആർഗൺ, AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗൺ കണ്ടെയ്ൻ ചെയ്യുന്നത് 18 ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് മീൻസ് 18 ഇലക്ട്രോൺസ് ആർഗൺ കയ്യിലുണ്ട്. ആ ആർഗണിൽ നമ്മൾ ഷെൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ K ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അപ്പം ആർഗൺ 18. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ആർഗൺ 18 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ 18 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസ് ആണ് K ഷെല്ലിലേക്ക് പോകുന്നത്. then L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ്. സോ 8 ഇലക്ട്രോൺസ്. സോ ഇവിടെ ഓൾറെഡി 10 ഇലക്ട്രോൺസ് ആയി. ഇനി അടുത്തേക്ക് ജമ്പ് ചെയ്യും. ദാറ്റ് മീൻസ് 8 ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകും, N ഷെല്ലിലേക്ക് പോകും.
That means K രണ്ട് maximum fill ചെയ്തു. Then after L fill ചെയ്തു. Then after Ml. But in the case of potassium 90 ന്റെ കേസിൽ 2, 8, 9 ഈ ഒരു ഷെൽ കോൺഫിഗറേഷൻ റോങ് ആണ്, തെറ്റായ ഒരു ഷെൽ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഷെൽ കോൺഫിഗറേഷൻ തെറ്റായ അല്ലെങ്കിൽ റോങ് വൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവോൾവ് ചെയ്യുക. അപ്പൊ ഏതാണ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ടറ്റ് റൂൾ ആണ്. അപ്പൊ ഈ ഓക്ടറ്റ് റൂൾ പ്രകാരം ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു ചാൻസ് ഉണ്ടോ? ആ റൂൾ പ്രകാരം ഈ ഷെൽ കോൺഫിഗറേഷൻ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. എന്താ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 8 ഈ 9 ഉള്ള സംഭവം എന്തായി, ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഈ 9 ഇലക്ട്രോൺസ് എന്തായിട്ട് ടേൺ ചെയ്യും, 8 ഇലക്ട്രോൺസ് ആയിട്ട് ടേൺ ചെയ്യും ബൈ ഓക്ടറ്റ് റൂൾ. അപ്പൊ 2, 8, 8 ബാക്കിയുള്ള 1 ഇലക്ട്രോൺ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യും. ദാറ്റ് മീൻസ് എൻ ഷെല്ലിലേക്ക്. പൊട്ടാസ്യത്തിനെ പോലെ അടുത്ത ഒന്നാണ് കാൽസ്യം. കാൽസ്യം 20. കാൽസ്യം എന്താണ്, ഓക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നത്. കാൽസ്യം എന്ത് ചെയ്യുക, ഓക്ടറ്റ് റൂൾ ഒബേ ചെയ്യുക. ദാറ്റ് മീൻസ് 2, 8, 10 ഇതാണ് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു പാറ്റേൺ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ്, ഓക്ടറ്റ് റൂൾ ഒബേ ചെയ്യുക. ഓക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർമോസ്റ്റ് 8 ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, 2, 8 ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് 8 ആവും. മാക്സിമം 8 ആവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദെൻ അടുത്ത് എന്ത് ചെയ്യും, 2 അടുത്തത് ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യും. ഇവിടെയാണ് ഓക്ടറ്റ് റൂൾ. ഈ പൊട്ടാസ്യം കാൽസ്യം ഒരു എക്സാമ്പിൾ ആണ്. ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്ന ഷെൽ കോൺഫിഗറേഷൻ എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം കാൽസ്യം. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ ഓൾറെഡി കേല് മാക്സിമം 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ്. Then L maximum 8 electrons. Then M 18 electrons. The last one N 32 electrons. So atom എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. ആറ്റം നമ്മളെ അറൗണ്ട് ഏത് സബ്സ്റ്റൻസും മേഡപ്പ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ഫോം ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. അപ്പൊ ആ പാർട്ടിക്കിൾ തന്നെ നമ്മൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ നമ്മൾ കമ്പൈൻ ചെയ്തതാണെന്ന് പറഞ്ഞു. So the nucleus, ആറ്റത്തിന്റെ സെന്റർ ന്യൂക്ലിയസും ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സർക്കുലേറ്റിംഗ് പാത്ത് എടുത്തിട്ട് ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സർക്കുലർ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഷെൽ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിച്ചത്. ഷെൽ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. ഈ കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആറ്റമിലുള്ള ആ സ്ട്രക്ചറിനെ ഈ നീൽസ് ബോർ അടക്കമുള്ള ആറ്റമിലുള്ള ആ ഒരു സ്ട്രക്ചറിനെ നീൽസ് ബോർ അടക്കമുള്ള സയന്റിസ്റ്റുകൾ ഒബ്സർവ് ചെയ്യും. ആ ഒബ്സർവേഷന്റെ ഫലമായിട്ട് റിസർച്ച് ആയിട്ട് അവർ പുതിയൊരു കാര്യം കണ്ടെത്തുകയാണ്. അവർ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷെല്ലിലാണ് ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ഷെല്ലിൽ തന്നെ സബ് ഷെല്ലുകളുണ്ട്, ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്തിരിക്കുന്ന സബ് ഷെല്ലുകളുണ്ട് അല്ലെങ്കിൽ സബ് എനർജി ലെവൽ. ആ സബ് എനർജി ലെവലിലും ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയൊരു കണ്ടെത്തലാണ്. ദാറ്റ് മീൻസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. അതിനാണ് നമ്മൾ ഷെൽ ഓർ എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഷെൽ ഓർ എനർജി ലെവൽ എന്ന് പറഞ്ഞ ആ ഒരു പാത്തിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അതിൽ നിന്നും വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്, എന്ത്, ആ ഷെല്ല് അല്ലെങ്കിൽ എനർജി ലെവലില് എന്തുണ്ട്, സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലുകളിലും എന്ത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. Then ഷെല്ലിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് സബ് ഷെൽ ഇൻക്രീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നമുക്കറിയാം ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഷെല്ലാണ്. ആ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഷെൽ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഷെൽ. ആ ഫസ്റ്റ് ഷെൽ ദാറ്റ് മീൻസ് ഒന്നാമത് ഒരു ഷെൽ. ആ ഒരു ഷെല്ലിൽ എന്ത് ചെയ്യാം, ഒരു സബ് ഷെൽ ഉണ്ട്. ആ സബ് ഷെല്ലിൽ നമ്മൾ എസ് എന്ന് വിളിക്കും. ആ സബ് ഷെല്ലിനെ നമ്മൾ എസ് എന്ന് വിളിക്കും. Then രണ്ടാമത്തെ ഷെൽ ദാറ്റ് മീൻസ് സെക്കൻഡ് ഷെൽ. ഈ സെക്കൻഡ് ഷെല്ലാണ് എൽ എന്ന് പറയുന്നത്. രണ്ടാമത് സെക്കൻഡ്, അത് സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് സബ് ഷെല്ലുകൾ എൽ ഉണ്ട്. ദാറ്റ് മീൻസ് എസ് എന്ന സബ് ഷെൽ ഉണ്ട്, പി എന്ന സബ് ഷെൽ ഉണ്ട്. അപ്പൊ എൽ രണ്ടാമത്തെ ഷെല്ലാണ്. ആ രണ്ടാമത്തെ ഷെല്ലിൽ രണ്ട് സബ് ഷെൽ ഉണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്. Then തേർഡ് വൺ, മൂന്നാമത്തെ ഷെൽ. മൂന്നാമത്തെ തേർഡ് ഷെല്ലാണ്. ആ തേർഡ് ഷെൽ ദാറ്റ് മീൻസ് 1, 2 മൂന്നാമത്തത്. ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, 3 സബ് ഷെല്ലുകളുണ്ട്. ആ 3 സബ് ഷെല്ലുകളാണ്, ഒന്ന് എസ് ആണ്, ഒന്ന് പി ആണ്, ഒന്ന് ഡി ആണ്. നെക്സ്റ്റ് വൺ എൻ, നാലാമത്താണ്, ഫോർത്ത് വൺ ആണ്. അപ്പൊ നാലാമത്തെ, അപ്പൊ 4 സബ് ഷെല്ലുകൾ, ഒരു 4 സബ് ഷെല്ലുകൾ എന്ത് ചെയ്യും, ഈ എൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ. ദാറ്റ് മീൻസ് എസ്,
പി ഡി എഫ്. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ കെ ഷെല്ലാണ്. ആ കെ ഷെല്ലിൽ എസ് എന്ന സബ് ഷെല്ല്. സോ എസ് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് അത് റിവോൾവ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്. ആ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ കെ എന്ന ഷെല്ലിലെ എസ് എന്ന സബ് ഷെല്ല് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ സബ് ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ്. സോ കെ ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പം അതിൽ എസ് എന്ന സബ് ഷെല്ലാണ്. ആ എസ് എന്ന സബ് ഷെല്ല് മാക്സിമം 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. ഇനി അടുത്തത് ഇപ്പൊ നമ്മളൊരു കാര്യം ഇവിടെ നമ്മൾ ഫിക്സ് ആക്കി വെക്കുകയാണ്. എന്താ ഫിക്സ് ആക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എസ് എന്ന സബ് ഷെൽ എവിടെ കണ്ടു കഴിഞ്ഞാലും എസ് എന്ന സബ് ഷെല്ല് ഏത് ഷെല്ലിൽ കണ്ടു കഴിഞ്ഞാലും അത് മാക്സിമം കണ്ടെയ്ൻ ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് മീൻസ് എസ് എവിടെ കണ്ടാലും അത് ഇവിടെ ആയാലും എല്ലാം എസ് എന്ന സബ് ഷെൽ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിന്റെ മാക്സിമം കപ്പാസിറ്റി മാക്സിമം എത്ര ഇലക്ട്രോൺസ് അത് റിവോൾവ് ചെയ്യിക്കാം? 2 ഇലക്ട്രോൺസ് ആണ്. അപ്പം എസ് എന്ന സബ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യിക്കും. ദെൻ രണ്ടാമത്തെ ഷെല്ലിൽ നോക്കുക, മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ്. രണ്ടാമത്തെ എൽ എന്ന ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ്. എൽ എന്ന ഷെല്ലിൽ എസ് ഉണ്ട് പി ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണെന്ന് ഓൾറെഡി പഠിച്ചു. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണ് ഓൾറെഡി പഠിച്ചു. സോ 8 ഇലക്ട്രോൺസിൽ 2 എണ്ണം എസിലാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എൽ എന്ന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 8 ഇലക്ട്രോൺസിൽ 2 എണ്ണം എസ് എന്ന സബ് ഷെല്ലാണ് റിവോൾവ് ചെയ്യുന്നത്. എസ് എന്നുള്ള സബ് ഷെല്ല് ഏത് ഷെല്ലിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് ഷെല്ലിൽ കണ്ടു കഴിഞ്ഞാലും അതിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്. സോ നമ്മൾ എൽ എന്ന ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പോൾ എൽ എന്ന ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നു. സോ അതിൽ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എസിലേക്ക് വരും. ബാലൻസ് എത്ര? 6 ഇലക്ട്രോൺസ് പിയിലേക്ക് വരും. സോ നമ്മൾ ഒരു പുതിയൊരു കാര്യം പഠിക്കുകയാണ്. പി എന്ന സബ് ഷെൽ എവിടെ കണ്ടു കഴിഞ്ഞാലും മാക്സിമം 6 ഇലക്ട്രോൺസ് അത് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ദാറ്റ് മീൻസ് അതിൽ എന്ത് ചെയ്യും? ആ പി എന്ന സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ നോക്കുക, എം എന്ന ഷെല്ലിൽ എമ്മിൽ മാക്സിമം 18 ഇലക്ട്രോൺസ് ആണ്. 18 ഇലക്ട്രോൺസ് ആണ്. ദെൻ ആ 18 ഇലക്ട്രോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ദെൻ പിയിൽ 6 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ദെൻ എത്ര വന്നു? 8 വന്നു. ഓൾറെഡി എത്ര? ഡി എന്ന സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺസ്. സോ നമ്മൾ എന്ത് പഠിക്കുകയാണ് പുതുതായിട്ട്? ഡി എന്ന സബ് ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് 10 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി എന്ന സബ് ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, എൻ എന്ന ഷെല്ലിൽ മാക്സിമം 32 ഇലക്ട്രോൺസ് ആണ്. ഈ 32 ഇലക്ട്രോൺസിൽ നമുക്കറിയാം ഓൾറെഡി എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, ദെൻ ഓട്ടോമാറ്റിക്കലി എഫിൽ 14 ഇലക്ട്രോൺസ് 14 ഇലക്ട്രോൺസ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കെ എൽ എം എൻ ഷെല്ലുകളെ പറ്റി പഠിച്ചു. ദാറ്റ് മീൻസ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങി നടക്കുന്ന സർക്കുലർ പാത്ത്. ദെൻ എന്ത് ചെയ്യാം? ഒബ്സർവേഷനിലൂടെ പല സയന്റിസ്റ്റുകളുടെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുന്നത് ഈ ഷെല്ലുകളുടെ ഉള്ളിൽ എന്ത് ചെയ്യും? സബ് ഷെല്ലുകൾ ഉണ്ട്. അപ്പൊ ആ സബ് ഷെല്ലുകളുടെ പേര് നമ്മൾ പഠിച്ചു. എസ് പി ഡി എഫ്. ഈ എസ് പി ഡി എഫ് അതൊക്കെ എന്ത് ചെയ്യാണ്? ഒരു സിംപ്ലസ്റ്റ് ഫോം ആണ്. ഇതിന്റെ എസ് മീൻസ് ഷാർപ്പ് എന്നാണ്. അതിന്റെ ഷാർപ്പിന് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമ്മൾ എസ് എന്ന് പറയാം, ഷോർട്ട് ഫോം. ദെൻ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ആണ്. അപ്പൊ അത് പി എന്ന് ഡിനോട്ട് ചെയ്യും. ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ആണ്. ഡി എന്ന് ഡിനോട്ട് ചെയ്യും. എഫ് മീൻസ് ഫണ്ടമെന്റൽ. അതൊക്കെ എന്ത് ചെയ്യാം? അതിന്റെ ഷോർട്ടസ്റ്റ് ഫോം ആണ് എസ് പി ഡി എഫ് എന്ന് പറയുന്നത്. സോ എസ് എന്ന സബ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്. പി എന്ന സബ് ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്. ഡി എന്ന സബ് ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്. ദെൻ എഫ് എന്ന സബ് ഷെല്ലിൽ മാക്സിമം 14 ഇലക്ട്രോൺസ്. അപ്പോൾ ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇവിടെ എസ് ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ ഷെല്ലിലും ഇത് കെ ആയാലും എൽ ആയാലും എം ആയാലും എൻ ആയാലും എല്ലാ ഷെല്ലിലും എസ് എന്ന സബ് ഷെല്ലുണ്ട്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ? എല്ലാ ഷെല്ലിലും കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഷെല്ലിലും ഉള്ള സബ് ഷെൽ ഏതാണ്? എസ് ആണ്. സോ ഈ എസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് ഇപ്പൊ കെ മേലെ എഴുതിയത് കൊണ്ടാണ് ഇത് കെ എന്ന ഷെല്ലിലെ എസ് എന്ന സബ് ഷെല്ലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ കെയും എല്ലും എമ്മും എന്നും നമ്മൾ മേലെ എഴുതിയില്ല. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി കൺഫ്യൂഷൻ വരും. ഇത് ഏത് ഷെല്ലിൽ എസ് ആണ്? മേ ബി ഇത് ഏത് ഷെല്ലിൽ എസ് ആണ്?
ഇത് ഏത് സെല്ലിൽ എസ് ആണ്, അത് കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ, അത്തരം കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കും. അപ്പൊ ആ റെപ്രസെന്റേഷൻ ആണ് കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെല്ലാണ്. കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെല്ലാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇതിന് 1s എന്ന് കൊടുക്കും. അപ്പോൾ 1s ന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിലെ s എന്ന സബ് ഷെൽ. That means K ഷെല്ലിലെ S എന്ന സബ് ഷെല്ല് 1s. അപ്പോൾ 1s എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിലെ S എന്ന സബ് ഷെൽ. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യും 2s. അങ്ങനെയാണ് എന്ത് ചെയ്യും ഇത് 3s, മൂന്നാമത്തെ ഷെല്ലിൽ 3s. Then 4s. അപ്പോൾ 1s means ഫസ്റ്റ് ഷെല്ലിൽ S എന്ന സബ് ഷെല്ല്, then സെക്കൻഡ് ഷെല്ലിൽ S എന്ന സബ് ഷെല്ല്, തേർഡ് ഷെല്ലിൽ S എന്ന സബ് ഷെല്ല്, ഫോർത്ത് ഷെല്ലിൽ S എന്ന സബ് ഷെല്ല്. അതേപോലെ നമുക്ക് പി കൊടുക്കാം. ഇത് രണ്ടാമത്തെ ഷെല്ലിലെ പി എന്ന സബ് ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ലിലെ പി എന്ന സബ് ഷെല്ല്. ദെൻ ഇവിടെ ഇനി ഡി കൊടുക്കാം. ഇത് മൂന്നാമത്തെ ഷെല്ലിലെ ഡി എന്ന സബ് ഷെല്ല്. ഇത് ഇവിടെ നമ്മൾ 4p കൊടുക്കാം. ദെൻ 4d നാലാമത്തെ ഷെല്ലിലെ ഡി എന്ന സബ് ഷെല്ല്. ഇനി എഫിൽ കൊടുക്കാം 4f. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 1s 2s 2p 3s 3p 3d 4s 4p 4d 4 ഇതൊക്കെയാണ് സബ് ഷെല്ലുകൾ. അപ്പോൾ നമ്മളിപ്പോ 2p എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ഷെല്ലിലെ, ദാറ്റ് മീൻസ് L എന്ന ഷെല്ലിലെ p എന്ന സബ് ഷെൽ. സോ ഈ ഒരു അറേഞ്ച്മെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. നമ്മൾ സബ് ഷെല്ലുകൾ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. സോ ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ സബ് ഷെല്ലുകളും ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ 9th ഷെല്ലിൽ K L M N ഇതിൽ നമ്മൾ ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 10th നമ്മൾ എന്ത് ചെയ്യാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുകയാണ്. ദാറ്റ് മീൻസ് സബ് ഷെൽ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യണം, സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺസുകൾ അറേഞ്ച് ചെയ്യുക. സോ ആ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലിന്റെ എനർജി കൂടി വരുന്ന കേസിലാണ്. അപ്പൊ സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഈ കോൺഫിഗറേഷൻ ചെയ്യുന്നത് വെച്ചാൽ അക്കോർഡിംഗ് ടു എനർജി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കൂടുന്ന അനുസരിച്ചാണ് എന്ത് ചെയ്യുക ഷെൽ കോൺഫിഗറേഷൻ നടത്തുന്നത്. സോ ആ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. എനർജി ഇൻക്രീസ് ചെയ്യുന്ന കേസ് നമ്മൾ ഒന്നാമത്തെ ഷെല്ലിൽ എടുക്കുന്നത് 1s, രണ്ടാമത്തെ 2s 2p ഉണ്ട്, മൂന്നാമത്തെ 3s 3p 3d, നാലാമത്തെ 4s 4p 4d 4 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഓർഡർ ആണ്. അപ്പം എനർജി ഇൻക്രീസ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. നമ്മൾ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ വിന്യസിക്കുന്നത് എന്തിന്റെ കേസാണ് എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. സോ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ആദ്യം 1sലായിരിക്കും എനർജി ഇൻക്രീസ്. ദാറ്റ് മീൻസ് 1sലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 1sനെയും കാട്ടി എനർജി കൂടുതലാണ് 2s. അപ്പോൾ 1s കഴിഞ്ഞാൽ 1sനേക്കാളും എനർജി കൂടുതലാണ് ആർക്ക് പറയുന്നത് 2s. ദെൻ 2s കഴിഞ്ഞാൽ പിന്നെ എനർജി ഇൻക്രീസ് ചെയ്യുന്നത് ആർക്കാണ് 2s കഴിഞ്ഞാൽ 2p ലേക്ക്. ആദ്യം 1s നമ്മൾ 1s എഴുതി, then 1sനേക്കാൾ കൂടുതൽ ആരുണ്ട് 2s ഉണ്ട്. then 2s കഴിഞ്ഞിട്ട് 2p, then 2p കഴിഞ്ഞിട്ട് 3s, then 3s കഴിഞ്ഞിട്ട് 4p, 3s കഴിഞ്ഞിട്ട് 3p, then 3p കഴിഞ്ഞിട്ട് 4s.
3p കഴിഞ്ഞിട്ട് 4s. 4s കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ. 4s കഴിഞ്ഞാൽ 3d. then 3d കഴിഞ്ഞാൽ 4p, then 5s, then അത് കഴിഞ്ഞാൽ 4d, 5p, 6s, then അത് കഴിഞ്ഞാൽ 4f, 5d. ഈ ഒരു പാറ്റേൺ അങ്ങനെ മൂവ് ചെയ്യും. നമുക്ക് ഇത്രയും മതി. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാറ്റേൺ മാത്രം നിങ്ങൾ 10th പഠിച്ചാൽ മതി. ദാറ്റ് മീൻസ് 1s ഫിൽ ചെയ്യുക, 1s ഫിൽ ചെയ്തതിനു ശേഷം 2s ഫിൽ ചെയ്യുക, 2s ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 2p ഫിൽ ചെയ്യുക, 2p ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 3s ഫിൽ ചെയ്യുക, 3s ഫിൽ കഴിഞ്ഞാൽ 3p ഫിൽ ചെയ്യുക, 3p ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 4s ഫിൽ ചെയ്യുക, 4s ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 3d ഫിൽ ചെയ്യുക. ഈ ഒരു പാറ്റേൺ മാത്രം നമ്മൾ 10th പഠിച്ചാൽ മതി. ബാക്കി ഒരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദാറ്റ് മീൻസ് എനർജി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സബ്ഷെല്ലുകളിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യസിക്കുന്നത്, അറേഞ്ച് ചെയ്യുന്നത് എനർജിയുടെ ബേസിലാണ്. ആ എനർജിയുടെ ബേസിൽ നമ്മൾ ആദ്യം 1s ഫിൽ ചെയ്യും, 1s ഫിൽ ചെയ്തിട്ട് നമ്മൾ 2s ഫിൽ ചെയ്യും, then after 2p, then 3s, 3p, 4s and last 3d. ഈ ഒരു പാറ്റേൺ നമ്മൾ എന്താ ചെയ്യുക, ഈ 10th ഈ ഒരു പാറ്റേൺ ബേസിൽ നമ്മൾ ഹൈഡ്രജൻ മുതൽ സിങ്ക് 30, അപ്പോൾ ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യണം.